ഹായ് ഡിയേഴ്സ്, ബദൽ സാറാണ്. വെൽക്കം ടു ഏഗൽ ലേണിംഗ്. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷന്റെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഏകദേശം 20 മാർക്കിന് 20+ മാർക്ക് എന്തായാലും ഫസ്റ്റ് ടൈമിൽ നിന്ന് വരും. ഓണം എക്സാമിന് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പാണ്. സോ ബി കെയർഫുൾ. ആ ഭാഗം കൂടെ നോക്കിയിട്ട് പോകണം. ആ ഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത് ചാപ്റ്റർ ഇത് SS2 മാത്രമാണ്, SS1 അച്ഛൻ സാർ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, സീസൺസ് ആൻഡ് ടൈം എന്നുള്ളൊരു ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഋതുഭേദങ്ങളും സമയവും. ഓക്കെ, ആ ചാപ്റ്ററിൽ നമുക്ക് വരാവുന്നത് എല്ലാം എന്തെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ സോളിസ്റ്റിസ് ആണ്. സോളിസ്റ്റൈസസ് എന്തായാലും ചോദിക്കാൻ നല്ല ചാൻസിലാണ്. ഇക്വിനോക്സസും സോളിസ്റ്റൈസസും. ഓക്കെ, ഇക്വിനോക്സ് അതിന്റെ ഡേറ്റുകളും ദിനത്തിന്റെ പ്രത്യേകത, ഡേയ്സിന്റെ ഇമ്പോർട്ടൻസും എന്തായാലും ചോദിക്കും. വിഷുവങ്ങളും അയനാന്ത ദിനങ്ങളും. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ലൈൻസ് ആണ്, പ്രധാനപ്പെട്ട രേഖകൾ. അതായത് നമ്മുടെ 0 ഡിഗ്രി ചോദിക്കാം, അതുപോലെ 180 ഡിഗ്രി ചോദിക്കാം. എല്ലാം ലോഞ്ചിറ്റ്യൂഡ് ആണ് കേട്ടോ, ലോഞ്ചിറ്റ്യൂഡ് ആണ് 180 ഡിഗ്രി ചോദിക്കാം. പിന്നെ അതുപോലെ നമ്മുടെ 82.5 ഡിഗ്രി ചോദിക്കാം. ഓക്കെ, ഈസ്റ്റ് ആണ് നമ്മുടെ IST എന്ന് പറയുന്ന കാര്യം. ഇതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാവർക്കും ആൻസർ കിട്ടുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്റർ എടുത്താൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഒന്നാമത് നമ്മുടെ പ്രഷർ ബെൽറ്റുകളാണ്. പ്രഷർ ബെൽറ്റ് അതുപോലെ പ്ലാനറ്ററി വിൻഡ്സ് ആണ്. പ്ലാനറ്ററി വിൻഡ്, മൺസൂണിന്റെ ഫോർമേഷൻ നിങ്ങൾ നോക്കണ്ട, മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, മൺസൂണിന്റെ ആ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, മൺസൂൺ ഫാക്ടേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കണം. മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്ന സാധനമുണ്ട്, ഘടകങ്ങൾ. ഓക്കെ, ഇത് കാറ്റുകൾ. പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് മർദ്ദമേഖലകളാണ് കേട്ടോ, മർദ്ദമേഖലകൾ എന്ന് പറയുന്ന മർദ്ദമേഖലയാണ്. പ്ലാനറ്ററി വിൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗോളവാദങ്ങൾ എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ടല്ലോ, ആഗോളവാദങ്ങൾ. സാർ അത് ഏതൊക്കെയാണ്? നമ്മുടെ ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ്, ഈസ്റ്റേർലീസ് ഒക്കെ ഇടാം. അതിനെ കുറിച്ചിട്ട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ ഇതാണ്. പിന്നെ അവസാനത്ത് നമ്മുടെ ലോക്കൽ വിൻഡിന്ന് ഒരു 1 വേർഡോ ചോദിക്കാൻ ചാൻസ്, ലോക്കൽ വിൻഡ്. അതുപോലെ പറ്റാൻ ലാൻഡ് ബ്രീസും സീ ബ്രീസും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ആര് പഠിപ്പിക്കും സാർ? ഇതൊന്നും സാറ് പഠിപ്പിക്കത്തില്ലേ? ഇതിനല്ല ഏകനുള്ളത്. ഏകളിൽ ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഏകളിൽ ഇതിന്റെ എല്ലാം ക്ലാസ്സുകൾ പെട്ടെന്ന് പറഞ്ഞു പോകും, ഡോണ്ട് വറി. അപ്പൊ നമ്മുടെ സൺഡേയിലെ മാരത്തോൺ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. സൺഡേയിലെ മാരത്തോൺ, നമ്മുടെ ബമ്പർ മാരത്തോൺ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ ബൂസ്റ്ററും, ഒരു ബമ്പർ ബൂസ്റ്റർ ഉണ്ട്, ബമ്പർ മാരത്തോൺ ബൂസ്റ്റ് ചെയ്യുന്ന ബൂസ്റ്റർ. അതെപ്പോഴാ? പിറ്റേ ദിവസം മോർണിംഗ് നമ്മുടെ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ്. സോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി സാർ തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ലെവൽസ്. ഒരു 4 പോയിന്റ് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ ടേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് ദെയർ ഓൺ സ്കിൽ എന്നും പറഞ്ഞ്, ഫാമിലി ക്രിയേറ്റ് ആൻഡ് എൻവയോൺമെന്റ്, ഇങ്ങനെ പറഞ്ഞ 4 പോയിന്റ്. ആ 4 പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു മക്കൾ നോക്കേണ്ടത് നേരെ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സും ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സും. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും. ഓക്കെ, പിന്നെ ഇടയിലുള്ള കഥകളൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമില്ല. നേരെ അങ്ങ് പോയിട്ട് അവസാനം എവിടെ നോക്കണം എന്നറിയാം. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു ചാർട്ട് തന്നിട്ടുണ്ടാവും. 6 പോയിന്റ്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കണം. അത് നമ്മുടെ എനിക്കൊന്ന് ഓണം എക്സാമിന് ചോദിച്ചാണ്, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും ജസ്റ്റ് നോക്കി വെക്കാം. ഓണം എക്സാമിന് ചോദിക്കാത്തൊരു ഏരിയയാണ് ചോദിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ എനിക്ക് ചാൻസ് ഉള്ളൊരു കാര്യം പറയാം. അത് നമ്മുടെ ഗവൺമെന്റിന്റെ കുറെ സ്കീമുകളും അതിന്റെ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മുടെ ICDS പോലുള്ള, അതുപോലെ നമ്മുടെ സമഗ്ര ശിക്ഷ അഭിയാൻ പോലുള്ള, അതുപോലെ നമ്മുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം പോലുള്ള ഒരുപാട് സ്കീമുകൾ, ചിലപ്പോൾ രാഷ്ട്രീയ ഉച്ചല ശിക്ഷാ അഭിയാൻ പോലുള്ള ഒരുപാട് സ്കീമുകളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാളേറെ ചാൻസ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ എഡ്യൂക്കേഷനിലൂടെ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പോസിബിൾ ആവുന്നത്, അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ, അതുപോലെ ബെറ്റർ സ്കില്ല്, ഹൗ ടു നോ, അതാ കാര്യങ്ങൾ. അവസാനം അവർ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുന്ന രീതിയിൽ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ബുക്കിൽ കാണാൻ പറ്റും. അത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതാണ് ആ 3 ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, 3 ചാപ്റ്ററിൽ നിന്ന് സാർ ഹെൽത്ത് കെയർ ചോദിക്കില്ലേ? ഈ ഹെൽത്ത് കെയർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ എന്നുള്ളത് ഫൈനൽ എക്സാമും മോഡൽ എക്സാമാണ്. ഈ ഫൈനൽ എക്സാമിനും മോഡൽ എക്സാമിന് അവസാന ഭാഗത്ത് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നാഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് നമ്മൾ റിലേഷൻഷിപ്പ് എന്നാണ് ചോദിക്കാറുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അത്രയുള്ള കാര്യം. അപ്പൊ ഈ കാര്യങ്ങൾ തന്നെ കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കണം. ഈ ഡിഫറെന്റ് ലെവൽസ് ഉണ്ടല്ലോ,
സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ ഇയാൾ പിന്നെ സ്ഥിരം ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. ആ ചാർട്ട് സ്ഥിരമായിട്ട് ചോദിക്കലുണ്ട്. പക്ഷെ ഓണം എക്സാമിന് ചോദിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ചാൻസ് കുറവുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ എൻ്റെ കുഞ്ഞു മക്കൾ നോക്കാതെ പോവരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ബാക്കി കഥകൾ എന്ത് ചെയ്യാം, നമുക്ക് ലൈവിൽ പറയാം. സോ നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കറക്റ്റ് 6 PM സൺഡേ ഇങ്ങോട്ട് പോരുക. സൺഡേ പോരുക. ഏകണിൻ്റെ ഒരു ക്ലാസ് മിസ് ചെയ്യേണ്ട. അത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ബയോളജിയും സോഷ്യൽ സയൻസും നമ്മൾ പൊളിച്ചടി. ഗൗതമി മാമും യദു സാറും അജ്സൽ സാറും എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ, ഞാനും. ഓക്കെ, സോ എനിവേ ഞാനങ്ങ് പോകുന്നു. താങ്ക് യു, ബൈ, സി യു.